ഹേ ഗായ്സ് നാളെ തന്നെ രാവിലെ കുളിച്ചു ഒരുങ്ങി നമ്മൾ വള്ളിയിൽ പോയി കുറച്ച് നേരത്തെ തന്നെ പിന്നെ നമ്മൾ വണ്ടിയൊന്നും എടുക്കാനില്ല അപ്പോൾ കാലിനട തന്നെ ചരണം പോണ വഴിയിൽ ഇറക്കാനുള്ള മുരിനുണ്ട് അവിടെ ഒരു ഇന്ന് വണ്ടി കിട്ടുന്നുണ്ടപ്പോൾ തന്നെ എന്തോ ഡൗട്ട് അടിച്ചു. ഒരാൾക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അഗോദറ വീടിന്റെ മുന്നിലായിട്ട്. ആ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണം എന്ന് അറിയിക്കാണ്. ആ മൂലികളെ അവിടെ കൊണ്ടുപോയിട്ടാൽ മതി. അപ്പോൾ അതാണ് സംഭവം. അവിടെ കിടന്ന ആപ്പ കാരണം അവർക്ക് പോകാൻ പറ്റായിരുന്നു. നമ്മൾ നേരെ പള്ളി കയറി പെരുന്നാസ്കാരം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി നേരെ ഇറക്കാനുള്ള മൂലികളെ കാണാൻ വേണ്ടി ഒന്ന് പോയോക്കി. അവിടെ പിന്നെ കാരണവന്മാരെല്ലാവരും ഉണ്ടായിട്ട് ഡീൽ ചെയ്യാൻ ആൾക്കാർ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമ്മളവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായി ഇറവിനെ ഇറച്ചിട്ടുമ്പോൾ വന്നാൽ പോരെ നമുക്ക് വെറുതെ ഇവിടെ നിന്ന് തന്നെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലോ. പിന്നെ നമ്മൾ പേട കൊടുത്ത് നേരെ പോയത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടുത്തെ ഇപ്പോൾ ഫുള്ള് രമേശൻ്റെ എഫക്റ്റ് എല്ലായിടത്തും ഒരേ ഡ്രസ്സുകൾ. എന്താ ചെയ്യുക എല്ലാ പെരുന്നാൾക്കും ഈ സാധനം ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കൂടുതലായോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഇന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ത്യക്കാൻ കാര്യമായി തിളങ്ങുന്ന ഡ്രസ്സ് ഓറഞ്ച് കളറിൽ എവിടെ നോക്കിയാലും അവനെ ഉദിച്ച് കാണാം. അല്ലെങ്കിൽ ഇന്ത്യക്കനും മമ്മൂട്ടിക്കൊക്കെ കുറച്ച് ഫാഷൻ സെൻസ് കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് എന്തുവാണെങ്കിലും ആവാം. നമ്മളിങ്ങനെ നുണറിഞ്ഞ് പോയ കാര്യം മറന്നുപോയി. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ തിരിച്ച് അറവടക്കണോട് തെറ്റി കാരണം അവിടെ അരച്ചു തുടങ്ങി പറഞ്ഞിട്ടു. പക്ഷേ ഞാൻ ചെന്നപ്പോൾ അവിടെ മുറിക്കലിനെ കണ്ടില്ല. ഞാൻ ചെന്നപ്പോൾ ഇപ്പം കാര്യമായ പരാക്രമത്തിലാണ്. കാരണം അടുത്തായിട്ട് ഓനെ ഇറക്കാൻ പോണ്. ഓൻ്റെ ജീവനും എനിക്ക് കൊതി ഉണ്ടാവില്ലേ. ഫസ്റ്റ് കണ്ടപ്പോൾ കുറച്ച് സങ്കടമൊക്കെ തോന്നി. പിന്നെ ബീഫ് ബിരിയാണി ഇന്ന് നമ്മളെ ചമ്മൂത്ത മുയലിറക്കാൻ വേണ്ടി വന്നതാണ്. അൻസിൽ ബ്രോ സങ്കടം പറഞ്ഞ സീനിലും കമാൻഡർ പറയാൻ അവൻ്റെ മനസ്സ് കാണുമ്പോൾ തന്നെ അടുത്ത ബ്ലോഗറായുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഓൻ കഴിക്കും. അവ മൂല്യം എത്ര കഷ്ടപ്പെട്ട് ശ്രമിച്ചെങ്കിലും ഓൻ ഇറക്കുക തന്നെ ചെയ്തു. അങ്ങനെ അർത്ഥറച്ച് ഒരുമ്പാ വക്കൽ തുടങ്ങി. കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും നമ്മളെ പകുതി മേടിച്ച് വണ്ടിയിൽ വെച്ച് നേരെ പെരയെ കൂട്ടും.